അടുത്ത് നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ഡ്രോബാക്ക് പോലെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് എസ്സിനും ആറിനും 1 വരാൻ പറ്റില്ല, സെയിം ടൈമിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ വരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫിഗറാണ് ഇത് വരുന്നത്. ഒറ്റ ഒരു ഔട്ട്പുട്ടുള്ളൂ. രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ നാൻഡ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ മറ്റ് പഴയ പോലെ തന്നെ സിമിലർ തന്നെയാണ്. പിന്നെ ഒരു ക്ലോക്ക് കണക്ഷൻ കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ക്ലോക്ക് കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അടുത്ത ഒരു നാൻഡ് ഗേറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു ക്രോസ് കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ക്യൂവും ക്യൂ ഡാഷ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. പിന്നെ നമുക്കറിയാം, അതായത് D = 1 Q = 1 ആണെങ്കിൽ സെറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. D = 0 Q = 0 ആണെങ്കിൽ അത് റിസെറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. അതെപ്പോഴും ഓർത്ത് വയ്ക്കാം. പിന്നെ അതിൻ്റെ ഗ്രാഫിക് സിമ്പിൾ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് ഒരു D കണക്ഷനുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ക്ലോക്ക് കണക്ഷനും ഉണ്ട്. നമ്മൾ ഈ ക്ലോക്ക് കൊടുത്ത ആ കണക്ഷനാണ് C എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ഔട്ട്പുട്ടായിട്ടുള്ള ക്യൂ ഉണ്ട്, ക്യൂ ഡാഷും ഉണ്ട്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നോക്കാം. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് D, ക്യൂ സ്റ്റേറ്റ് ഇത്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഓഫ് T+1 സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ക്യൂ ഓഫ് T+1 0 ആയിരിക്കും. Dക്ക് 1, അപ്പോൾ Qക്ക് 0 കൊടുക്കുകയാണെങ്കിൽ 1 ആയിരിക്കും. അങ്ങനെ ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചിട്ട് പോയാലേ നടക്കുള്ളൂ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെ പഠിക്കാം. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ ക്യൂവും D ആണ് ഇൻപുട്ട്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഓഫ് T+1 വാല്യൂ എന്താണെന്ന് നോക്കാം. ഇവിടെ 2 സ്ഥലത്താണ് 1 വരുന്നത്. ആ 2 സ്ഥലത്തുള്ള 1 നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ക്യൂ ഓഫ് T+1 എന്ന് പറയുന്നത് D ആയിരിക്കും. അപ്പോൾ ക്യൂ ഓഫ് T+1 = D എന്നായിരിക്കും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ട്രൂത്ത് ടേബിളും എക്സൈറ്റേഷൻ ടേബിളാണ്. ട്രൂത്ത് ടേബിളിൽ Dക്ക് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും Qn ഉം Qn+1 വാല്യൂസ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. Dയുടെ വാല്യൂ 0 ആകുമ്പോൾ Qൻ്റെ വാല്യൂ 0 ആയിരിക്കും, Qn+1 വാല്യൂ 0 തന്നെ ആയിരിക്കും. Dയുടെ വാല്യൂ 0 ആകുമ്പോൾ 2 കണ്ടീഷൻ വരുന്നുണ്ട്. Qൻ്റെ വാല്യൂ 1 വരുന്നുണ്ട്, അപ്പോൾ Qn+1 വാല്യൂ 0 തന്നെ ആയിരിക്കും. പിന്നെ 1 വരുമ്പോൾ 0 1, പിന്നെ 2 ഭാഗത്തും 1 വരുമ്പോൾ 1 തന്നെ വരും. ഇനി ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമുക്ക് എക്സൈറ്റേഷൻ ടേബിൾ കണ്ടുപിടിക്കുക. അതായത് Qn+1 വാല്യൂ 0 ആയാൽ വരാൻ ആയിരിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള Dയുടെ വാല്യൂസ് എന്തായിരിക്കും, അതാണ് എക്സൈറ്റേഷൻ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ Qn+1 0 ആയാൽ 2 ഭാഗത്ത് 0 വരുന്ന കണ്ടീഷൻ നോക്കാം. 2 ഭാഗത്ത് 0 വരുമ്പോൾ Dയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഇനി ഒരു ഭാഗത്ത് 0യും ഒരു ഭാഗത്ത് 1 ആണെങ്കിൽ അവിടെ Dയുടെ വാല്യൂ 1 ആയിരിക്കും. ഒരു ഭാഗത്ത് 1ഉം ഒരു ഭാഗത്ത് 0 ആണെങ്കിൽ അവിടെ Dയുടെ വാല്യൂ 0 ആയിരിക്കും. Qn+1 വാല്യൂ 1 ആണെങ്കിൽ അവിടെ Dയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ അതാണ് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. എന്താണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്? ഇറ്റ് ഈസ് എ ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് ഓഫ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. RS ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കണ്ടീഷൻ വരുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെ കൺസ്ട്രക്ഷൻ, അതായത് 2 ക്രോസ് കപ്പിൾഡ് ആയിട്ടുള്ള NOR ഗേറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ 2 NAND ഗേറ്റ്സ് ഉണ്ടായിരിക്കും, 2 AND ഗേറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, Q ഡാഷ് ഇസ് ആൻഡ് വിത്ത് J, Q ഈസ് ആൻഡ് വിത്ത് K. അപ്പോൾ നമ്മൾക്കത് ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അതായത് 2 ക്രോസ് കപ്പിൾഡ് ആയിട്ടുള്ള NOR ഗേറ്റ്സ് ഉണ്ട്, അതുപോലെ 2 AND ഗേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 തരത്തിൽ വരയ്ക്കാം. NAND ഗേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് വരയ്ക്കാം, അതുപോലെ തന്നെ ഇത് NOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്രോസ് കപ്പിൾഡ് ആയിട്ടുള്ള NOR ഗേറ്റ്സ്, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ 2 AND ഗേറ്റ്. ഇതിനായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടും പഠിച്ചു വയ്ക്കുക, പക്ഷേ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക. NAND ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഇതിൽ എല്ലാ ഗേറ്റും NAND ആണ്. പിന്നെ ഇത് JK എന്ന് പറഞ്ഞിട്ട് 2 ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് Q ഡാഷ് വരുന്നുണ്ട്. ഇതിന്നൊരു കണക്ഷൻ പോയിട്ട് ഇവിടേക്കാണ് ഒരു കണക്ഷൻ പോകുന്നത്, Q ഡാഷിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ Kയുടെ അവിടെ നിന്ന് ഈ ഒരു AND ഗേറ്റിൽ നിന്ന് കണക്ഷൻ എവിടേക്കാണ് പോകുന്നത്, Qയിലേക്കാണ് കണക്ഷൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഈ 2 NAND ഗേറ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു ക്രോസ് കണക്ഷൻ, ഇവിടുന്ന് ഒരു ക്രോസ് കണക്ഷൻ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ 2 Jയും Kയ്ക്കും നമ്മളൊരു ക്ലോക്കിൻ്റെ പൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് NAND ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിളാണ് നോക്കേണ്ടത്.
അതായത് ക്യൂവിനൊരു വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ ക്യൂവിനും ജെ കെക്കും വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യൂ ഓഫ് ടി പ്ലസ് വണ്ണിൻ്റെ വാല്യൂസാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂ ഓഫ് ടി പ്ലസ് വൺ എന്ന് പറയുന്നത് ക്യൂ ഡാഷ് ഓഫ് ജെ പ്ലസ് ക്യൂ കെ ഡാഷ് എന്ന് കിട്ടും. ഏതാ ഇവിടെ എവിടെയൊക്കെ 1 വരുന്നത് അത് ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ട്രൂത്ത് ടേബിളാണ്. ട്രൂത്ത് ടേബിളും എക്സൈറ്റേഷൻ ടേബിളും ജെയ്ക്കും കെയ്ക്കും നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുത്തിട്ട് ക്യൂവിനും Qn+1 എന്താണ് വരുന്നത് നോക്കാം. അതുപോലെ എക്സൈറ്റേഷൻ ടേബിളിൽ ക്യൂവും Qn+1 നമ്മൾ ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ട് ജെയ്ക്കും കെയ്ക്കും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന വാല്യൂസ്. ഇപ്പോൾ Qn+1 0 ആണെങ്കിൽ Qn 0യും Qn+1 0 ആണെങ്കിൽ ഈ ആദ്യത്തെ മൂന്നാമത്തെ കണ്ടീഷനാണ് അത് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എന്താ? ജെ എപ്പോഴും 0 ആയിരിക്കും, പക്ഷേ കെ 0 ആവാം 1 ആവാം. അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ എന്ത് കൊടുക്കുക? ഡോൺ കെയർ കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു വേരിയബിളിന് 0 വരാനും ചാൻസ് ഉണ്ട്, 1 വരാനും ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ഡോൺ കെയർ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഈ ടേബിൾ 0 1 കണ്ടീഷനിൽ നോക്കുക, 1 0 കണ്ടീഷനിൽ നോക്കുക, 1 1 കണ്ടീഷനിൽ നോക്കുക. ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് തന്നെ നമുക്ക് എക്സൈറ്റേഷൻ ടേബിൾ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം. പിന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്തായാലും പഠിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. എന്താണ് ഈ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? അതായത് ജെയുടെയും കെയുടെയും വാല്യൂ 1 ആണെങ്കിൽ ക്യൂയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ചസ് ടു 1. ഓക്കെ, ഇനി ജെയുടെയും കെയുടെയും വാല്യൂ 1 ക്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതായത് ജെയുടെയും കെയുടെയും വാല്യൂ 1 ആണ്, ക്യൂയുടെ വാല്യൂ 0 ആണെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ്. ജെയുടെയും കെയുടെയും വാല്യൂ 1 ആണ്, പക്ഷേ ക്യൂയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇത് വേറെ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ വാല്യൂ ഓഫ് ക്യൂ എന്ന് പറയുന്നത് ആംബിഗസ് ആണ് അല്ലേ. നമുക്ക് ഒരു എന്താ ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അതായത് ഒരു വാല്യൂസ് തന്നെ 2 സ്റ്റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ആംബിഗസ് ആയിരിക്കും. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. ഏത്? ഈ ലിമിറ്റേഷൻ, അതായത് 2 സ്റ്റേറ്റ് വരുന്ന ആ ഒരു ലിമിറ്റേഷൻ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല, മാസ്റ്റർ സ്ലേവ് ആയിട്ടുള്ള JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണുള്ളത്. ഒന്ന് മാസ്റ്ററായിട്ട് ആക്ട് ചെയ്യും, ഒന്ന് സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, മാസ്റ്റർ ഇനേബിൾഡ് ആയിട്ട് കിടക്കുമ്പോൾ സ്ലേവ് ഡിസേബിൾഡ് ആയിരിക്കും. അതുപോലെ നേരെ തിരിച്ചും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫിഗർ വരുന്നത്. ഇതുവരെ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതുവരെ ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഇവിടുന്ന് അങ്ങനെ കണക്ഷൻ പോകുന്നു. ഇവിടുന്ന് ഒരു അടുത്ത JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, രണ്ടാമത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിക്കുള്ള ക്ലോക്കിൻ്റെ കണക്ഷൻ ഇവിടുന്ന് നോട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്രോസ് കണക്ഷൻ, 2 ഭാഗത്ത് ക്രോസ് കണക്ഷൻ. പിന്നെ ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ കെ എന്നൊരു കണക്ഷൻ എടുത്തിട്ട് ക്യൂക്കും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഈ ഫിഗർ എന്തായാലും പഠിച്ചേക്കുക. ഇത് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ എന്തായാലും നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് പഠിക്കാനുള്ളത്. അതായത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ തന്നെ JK എന്നാണ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സിംഗിൾ വേർഷനാണ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്ക് 2 എന്തുണ്ടായിരുന്നു? ഇൻപുട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒറ്റ ഇൻപുട്ട്, സിംഗിൾ ഇൻപുട്ട് തന്നെയാണ്. പിന്നെ ഒരു ക്ലോക്ക് ഉണ്ടായിരിക്കും. ഈ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടോഗിൾ അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിഗറിൽ ഇത് ഒന്നുകിൽ ഈ ഫിഗർ പഠിക്കാം അല്ലെങ്കിൽ ഈ ഫിഗർ പഠിക്കാം. ഇതാണ് ഒന്നുകൂടി നല്ല ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ പഠിക്കാം. ടി എന്ന് പറയുന്നത് ഒരു കണക്ഷൻ, അതിൽ നിന്നൊരു വേറെ കണക്ഷൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ക്ലോക്ക് കണക്ഷൻ പോകുന്നുണ്ട്. പിന്നെ ഈ ടീന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ക്യൂ ഡാഷിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു നാൻഡ് ഗേറ്റിൽ നിന്ന് ക്യൂക്കും ഒരു കണക്ഷൻ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ട്രൂത്ത് ടേബിൾ, എക്സൈറ്റേഷൻ ടേബിൾ എന്തായാലും നോക്കി വയ്ക്കുക. അതായത് എക്സൈറ്റേഷൻ ടേബിൾ നമുക്ക് ട്രൂത്ത് ടേബിൾ കണ്ടുപിടിച്ചാലേ കിട്ടത്തുള്ളൂ. അതായത് Qn Qn+1 വന്ന് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടിയുടെ വാല്യൂസ് എന്തായിരിക്കും, അതാണ് എക്സൈറ്റേഷൻ ടേബിൾ നമുക്ക് പറയാം. ട്രൂത്ത് ടേബിൾ നമ്മൾ ഫിഗറിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ക്യാരക്ടറിസ്റ്റിക് ടേബിൾ കണ്ടുപിടിച്ചാലേ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ട്രിഗറിംഗ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം.